ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മേന്മയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ മോപ്പ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല വെള്ള കളറായിട്ടിരിക്കും. പക്ഷേ നമ്മൾ ഒരു 2-3 പ്രാവശ്യം തറയൊക്കെ തുടച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആയിട്ട് അഴുക്കൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ അഴുക്ക് പിടിച്ച് മോപ്പൊക്കെ നമ്മൾ കളയാറാണ് പതിവ്. ഇനി അതേപോലെ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കുറച്ച് തിളച്ച വെള്ളം ആവശ്യമുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചധികം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈനോയാണ്. ഈനോ നമ്മൾ അസിഡിറ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഈനോ. ഇത് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ 2 പാക്കറ്റ് ഈനോയാണ് എടുത്തിരിക്കുന്നത്. അധികം അഴുക്കുള്ള മോപ്പൊക്കെ ആണെങ്കിൽ ഒരു 2-3 പാക്കറ്റ് എടുക്കണം. ഈനോയുടെ ഈ ഒരു പാക്കറ്റിന് 10 രൂപയാണ് വില വരുന്നത്. നമുക്കിത് മോപ്പ് മാത്രമല്ല, അഴുക്ക് പിടിച്ച തുണികൾ, നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന തുണികളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കിച്ചണിലെ തുണികളൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പോൾ അത് ഈനോ ഇതിനകത്തേക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പതഞ്ഞു വരും. ഒരു മണിക്കൂർ നേരമൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ ഈ മോപ്പ് മുക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കണം, അതായത് ഒന്ന് കുത്തി കൊടുക്കണം. എന്നാലാണ് ഇതിനകത്തുള്ള അഴുക്കൊക്കെ വരുള്ളൂ. ഇനോയും വിനാഗിരിയൊക്കെ ചേർത്ത് വെള്ളമായതുകൊണ്ട് തന്നെ ഇതിനകത്തു നിന്നുള്ള അഴുക്കൊക്കെ നല്ലപോലെ ഇളകി വരും. അപ്പം നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിനകത്തുള്ള അഴുക്കൊക്കെ ഈ വെള്ളത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ടൊന്ന് കളഞ്ഞ് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്ലിലിട്ട് ഒന്ന് ഉരച്ചിട്ട് ഇതിനകത്തുള്ള ഫുൾ അഴുക്കും നമുക്ക് കഴുകി കളയാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മോപ്പിൻ്റെ കളർ കണ്ടില്ലേ, ഇതേപോലത്തെ മോപ്പാണ്. അതിനകത്തുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മോപ്പിൻ്റെ കളറും ഇപ്പോഴത്തെ മോപ്പിൻ്റെ കളറും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, നല്ല വെള്ളയായിട്ട് വന്നിട്ടില്ല, എന്നാലും നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഉണങ്ങി കഴിയുമ്പോൾ ഇതിലും നല്ല കളറായിട്ടിരിക്കും. ഇപ്പോൾ ഇവിടെ മഴയാണ്, അതുകൊണ്ട് ഇത് ഉണങ്ങാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല ഈ വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ഇനി അഴുക്ക് പിടിച്ച മോപ്പൊക്കെ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് കല്ലിലിട്ട് നല്ല ശക്തിയായിട്ട് ഉരയ്ക്കൊന്നും വേണ്ട, ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.